ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ദോശമാവാണ്. ഓക്കെ, റവ ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററും മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഞാനിതിൽ കാണിച്ചിട്ടില്ല നമ്മൾ എങ്ങനെയാണ് മിക്സ് ആക്കുന്നത് എന്ന്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെയിം 1 കപ്പ് കേർഡ് എടുക്കണം. തൈര് എടുത്ത് ഇത് രണ്ടും കൂടി വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നല്ലോണം കുതിർന്ന് വരുമല്ലോ. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് അധികം ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. നമ്മൾ ആസ് യൂഷ്വൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ള ദോശമാവ് ബാറ്റർ പോലെ തന്നെ ഇരിക്കണം. പിന്നെ നമുക്കതിൽ സോൾട്ട് ഇട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ റോ ആയിട്ട് തന്നെയോ ആഡ് ചെയ്യാം. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വറലിടുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്, ഫ്രൈ എന്നല്ല ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റും കൂടി എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് ഉണ്ടാകുക. സോ നമ്മൾ അതിന് വേണ്ടി ഇപ്പുറത്തെ ചീൻചട്ടിയിൽ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കടുക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ചെറുജീരകമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി, ക്യാരറ്റ്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇത് 2 ആൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കെല്ലാം ഒന്ന് വഴറ്റി റെഡി സെറ്റ് ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ മാവിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് അതിൽ കൂടെ നമുക്ക് ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ദോശക്കല്ലിൽ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ ആപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ റെഡിക്ക് ഇതിൻ്റെ ഒത്തൻറ്റിക് ഡിഷ് വരുന്നത് ആപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ കുറച്ച് ഈ മാവിൻ്റെ ബാറ്റർ അതിൽ ഒഴിച്ച് നല്ലൊരു അപ്പം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിതിൽ വഴറ്റി ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ റോ ആയിട്ടും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, ബീട്രൂട്ട് ആഡ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു മോർണിംഗ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്